ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോട്ടാൻജന്റ് ഫംഗ്ഷൻ എന്താണ്. കോട്ടാൻജന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോട്ട് അല്ലേ, നമ്മളെപ്പോഴും എങ്ങനെയാണ് കോട്ട് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് പറയുമ്പോൾ എങ്ങനെ പറയണം? കോട്ടാൻജന്റ് ഫംഗ്ഷൻ എന്ന് പറയണം. അപ്പോൾ കോട്ടാൻജന്റ് ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോട്ടിൻ്റെ ഡൊമൈനും റേഞ്ചും എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ കോട്ടിൻ്റെ ഡൊമൈനും റേഞ്ചും എന്തായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടോ? കോട്ട് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? റിയൽ നമ്പേഴ്സ് മൊത്തം പെടോ? ഇല്ല. ഇവിടെയും കുറച്ച് നമ്പേഴ്സ്, നമ്മൾ ടാനിലൊക്കെ കുറച്ച് നമ്പേഴ്സ് പെടാത്ത നമ്പേഴ്സ് ഉണ്ടായിരുന്നു, ടാൻ ഡിഫൈൻഡ് അല്ലാത്ത നമ്പേഴ്സ്. അതേപോലെ കോട്ടും ഡിഫൈൻഡ് അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്, അത് ഡൊമൈനിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എൻ പൈ വേർ എൻ ബിലോങ്സ് ടു സെഡ് ടു ആർ. ഇതാണ് കോട്ടിൻ്റെ ഡൊമൈനും റേഞ്ചും. ഇവിടെ എൻ പൈ ഓടും. എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മൾട്ടിപ്പിൾസ് അല്ലേ, മൾട്ടിപ്പിൾസ് ഓഫ് പൈ എൻ പൈ ആണ്. അപ്പോൾ എന്നിന് ഏത് വാല്യൂ വരാം. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ ഡൊമൈനിൽ വരുക പോയിന്റ്സ്, മൾട്ടിപ്പിൾസ് ഓഫ് പൈ ഇല്ല. അതിനർത്ഥം എന്താ? മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ കോട്ട് എന്താ? ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ ഡൊമൈനിലും റേഞ്ചിലും ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും 1 അല്ല 2 അല്ല. അപ്പോൾ നമ്മൾ 1 2 ആക്കാൻ എന്ത് ചെയ്യും? ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ഇൻ്റർവെൽസ് എഴുതാം. ഈ ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കിട്ടുന്ന ഇൻ്റർവെൽസ് ആണ്. -0 ഓപ്പൺ ഇൻ്റർവെൽ ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. ടാനിലും കോട്ടിലും വരുമ്പോൾ ഓപ്പൺ ഇൻ്റർവെൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സിൽ, ഈ ഇൻ്റർവെൽസിലൊക്കെ എന്താണ്? കോട്ട് ഫംഗ്ഷൻ. ഈ ഇൻ്റർവെൽസ് ഒക്കെ ഡൊമൈൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കോട്ട് ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്? 1 ആണ് 2 ആണ്, അതായത് ബൈജക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ്, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ അതിനെ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ കോട്ടിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇൻവേഴ്സ് എക്സിസ്റ്റ്. ആ ഇൻവേഴ്സിനെ, കോട്ടിൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതും? കോട്ട് ഇൻവേഴ്സ്. കോട്ട് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാ? തിരിച്ച് അല്ലേ. കോട്ടിൻ്റെ റേഞ്ചാണ് ഇവിടുത്തെ ഡൊമൈൻ ആയിട്ട് വരും. അപ്പോൾ റേഞ്ച് എന്ത് വരും? 6 വരും. എങ്ങോട്ടാണ്? -0. പിന്നെ അടുത്ത ബ്രാഞ്ച് എങ്ങനെ എഴുതാം? കോട്ട് ഇൻവേഴ്സിൻ്റെ 6ൽ നിന്ന് 0 പൈ അല്ലേ. കാരണം ഈ ഇൻ്റർവെൽസിലൊക്കെ കോട്ട് 1 1 2 ആയതുകൊണ്ട് ഈ ഇൻ്റർവെൽസിലൊക്കെ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ബ്രാഞ്ച്, കോട്ട് ഇൻവേഴ്സിൻ്റെ ബ്രാഞ്ച് ഏതാ? പൈ 2 പൈ. ഇതേപോലെ ഒരുപാട് ഇൻ്റർവെൽസിലുണ്ട്, പക്ഷെ നമുക്ക് ടെക്സ്റ്റിൽ ഏതാ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? ഈ 3 ഇൻ്റർവെൽസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊക്കെ കോട്ട് ഇൻവേഴ്സിൻ്റെ ഓരോ ബ്രാഞ്ചുകളാണ്. ഇനി ഏത് ബ്രാഞ്ചിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുക? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ്. കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? കോട്ട് ഇൻവേഴ്സ് ഫ്രം R to 0 പൈ. ഇതിനാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാം. ഇത് ഈ 0 പൈ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കോസിൻ്റെ അല്ലേ. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്തായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1ൽ നിന്ന് എവിടേക്കായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 പൈ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എങ്ങനെയാ? ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ 0 പൈ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കോട്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടാന് കാണാനുള്ള ഇക്വേഷൻ sin x by cos x. അപ്പോൾ കോട്ട് കാണാനുള്ള ഇക്വേഷനോ? കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan ആണ്. അപ്പോൾ കോട്ട് കാണാനുള്ള ഇക്വേഷനോ? കോസ് ബൈ സൈൻ. അപ്പോൾ എന്താ ഓർത്താൽ മതി? കോട്ട് കാണുമ്പോൾ മുകളിൽ ഏതാ വരുന്നത്? കോസ്. അപ്പോൾ കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓർത്താൽ മതി. അപ്പോൾ അതിൽ 0 പൈയിലേക്കാണ് അവിടെ റേഞ്ച് ആയിട്ട് വരിക, ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. പക്ഷെ കോട്ടിൻ്റെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഓപ്പൺ ഇൻ്റർവെൽ എഴുതണം. അപ്പോൾ കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ പഠിച്ചില്ലേ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കോട്ടിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും ഗ്രാഫ് കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും.